So in this video I am going to discuss about what are the different parts of a lathe. So കഴിഞ്ഞ വീഡിയോയിൽ ടെയിൽ സ്റ്റോക്ക് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ലെയ്ത്തിൻ്റെ പാർട്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So what are the different parts of a lathe is lathe bed, head stock, lathe spindle, tail stock, and we have to discuss carriage. So carriage. See, this is the figure of carriage. Okay. So first of all, we can discuss what are the main important points regarding carriage. The purpose of carriage is supporting, guiding and feeding the tool against the job. So that's the purpose of a carriage in a lathe machine tool. Supporting, guiding and feeding the tool against the job. So carriage is located between headstock and tailstock. Carriage is fitted on the lathe bed and moved on the guideways provided. അപ്പോൾ carriage എല്ലായ്പ്പോഴും ഹെഡ് സ്റ്റോക്കിനും ടെയിൽ സ്റ്റോക്കിനും ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. carriage is fitted over the lathe bedwise. carriage lathe bedwiseന്റെ മുകളിൽ ഫിറ്റ് ചെയ്യും. Then it can be moved along the lathe bedwise. So carriage that can be locked any position between the headstock and tailstock by carriage lock screw. ഹെഡ്സ്റ്റോക്കിനും ടെയിൽസ്റ്റോക്കിനും ഇടയിൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും carriageനെ എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്യാൻ പറ്റും. സോ ദ carriage that can be moved manually as well as automatically. ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ ഓട്ടോമാറ്റിക് ഫീഡ് വെച്ചിട്ടും carriageനെ എന്ത് ചെയ്യാൻ പറ്റും, ലെയ്ത്ത് ബെഡ് വൈസിൽ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് carriage, there are mainly 5 parts for a carriage. Actually carriage is a assembly unit, not a single one. It is an assembly unit. So it consists mainly 5 parts. First one saddle, second one cross slide, third one compound rest, fourth one tool post and fifth one apron. So 5 പാർട്സുകളാണ് carriageന് മെയിൻ ആയിട്ടുള്ളത്. So this is the figure of carriage. 5 പാർട്സുകളാണ് carriageന് മെയിൻ ആയിട്ടുള്ളത്. So first one എന്ന് പറഞ്ഞാൽ സാഡിൽ. ഈ ഒരു പോർഷനാണ് സാഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് നോക്കുമ്പോഴാണ് നമുക്ക് സാഡിൽ കാണാൻ പറ്റുക. ഒരു എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ് ആണ് സാഡിൽ എന്ന് പറയുന്നത്. ലെയ്ത്തിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും സാഡിൽ കാണുക. സോ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ സാഡിൽ, ദെൻ ക്രോസ് സ്ലൈഡ്, ഇതിനെയാണ് ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നത്. ദെൻ കോമ്പൗണ്ട് റെസ്റ്റ്, ഈ 2 അസംബ്ലി ചേർത്താണ് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും മുകളിലെ പോർഷനാണ് ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആപ്രോൺ, ഈ ഫ്രണ്ട് ഹാങ്ങിങ് പോർഷനാണ് ആപ്രോൺ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ carriage. So what are the main parts of a carriage are? Carriage consists of mainly 5 parts. First one saddle, second one cross slide, third one compound rest, fourth one tool post and fifth one apron. So നമുക്ക് ഓരോ കോമ്പണൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. So this is the saddle and this is the cross slide and this is the compound rest and this is tool post and this front hanging portion is known as apron. So saddle. Saddle is a part of carriage which slide along the lathe bedwise and support cross slide, compound rest and tool post. അപ്പോൾ സാഡിൽ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് carriage ദാറ്റ് ഈസ് സ്ലൈഡിങ് ഓവർ ദി ലെയ്ത്ത് ബെഡ്വൈസ്. carriageനെ ലെയ്ത്ത് ബെഡ്വൈസിൽ സ്ലൈഡ് ചെയ്യുന്നത് സാഡിൽ എന്ന് പറയുന്ന പാർട്ടാണ്. യൂഷ്വലി ഇറ്റ് ഈസ് എൻ എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ് ആൻഡ് ഇറ്റ് വിൽ സപ്പോർട്ട് ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ് ആൻഡ് ടൂൾ പോസ്റ്റ്. ഈ സാഡിലാണ് ക്രോസ് സ്ലൈഡും കോമ്പൗണ്ട് റെസ്റ്റും അതേപോലെ തന്നെ ടൂൾ പോസ്റ്റിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ്. ജനറലി ഇറ്റ് ഹാവ് എ വി ഗൈഡ് വേ ആൻഡ് എ ഫ്ലാറ്റ് ഗൈഡ് വേ ഓൺ വൺ സൈഡ് ഫോർ മൗണ്ടിങ് ഓൺ ദി ലെയ്ത്ത് ബെഡ് വൈസ്. അപ്പോൾ ലെയ്ത്ത് ബെഡ് വൈസിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടി ഇറ്റ് ഹാവ് എ വി ഗൈഡ് വേ ആൻഡ് എ ഫ്ലാറ്റ് ഗൈഡ് വേ ബോട്ടത്തിൽ കൊടുത്തിരിക്കും, സാഡിലിൻ്റെ ബോട്ടത്തിൽ കൊടുത്തിരിക്കും. ഓക്കെ, സോ രണ്ടാമത്തെ പാർട്ട്. സോ ഇതാണ് ഇപ്പോൾ സാഡിൽ. ഫിഗറിൽ ഈ ഒരു പോർഷനാണ് സാഡിൽ. നമുക്ക് ടോപ്പ് നോക്കുമ്പോഴാണ് സാഡിലിനെ കാണാൻ പറ്റുക. സോ ഈ ഒരു പോർഷനാണ് എന്ന് പറയുന്നത് സാഡിൽ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പാർട്ടാണ് ക്രോസ് സ്ലൈഡ്. സോ ക്രോസ് സ്ലൈഡ് മീൻസ് ഇതാണ് ക്രോസ് സ്ലൈഡ് വിച്ച് ഹാവ് എ ഫീമെയിൽ ഡിവറ്റൈൽ. ഈ ഒരു പോർഷനെയാണ്, ഇത്രയും പോർഷനെയാണ് ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നത്. അതിനൊരു ഫീമെയിൽ ഡിവറ്റൈൽ ഉണ്ട്. ദാറ്റ് ഈസ് ഫിറ്റിംഗ് ഓവർ ദി മെയിൽ ഡിവറ്റൈൽ ഇൻ ദി ടോപ്പ് ഓഫ് ദി സാഡിൽ. സോ ക്രോസ് സ്ലൈഡിന് ഒരു ഫീമെയിൽ ഡിവറ്റൈൽ ഉണ്ട്. ഫീമെയിൽ ഡിവറ്റൈൽ മീൻസ് ഇതുപോലെ ഒരു ഫീമെയിൽ ഡിവറ്റൈൽ ഉണ്ട്.
and that female dovetail is fitted over the male dovetail that is provided in the top of the saddle. ഈ ഫീമെയിൽ ഡിവറ്റയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സാഡിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഡിവറ്റൈലിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക, ക്രോസ് സ്ലൈഡ് എന്ന് പറയാം. ഓക്കെ, സോ ക്രോസ് സ്ലൈഡ് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ഫീമെയിൽ ഡിവറ്റൈൽ ഓൺ ദ ബോട്ടം സൈഡ് ആൻഡ് ഈസ് ഫിറ്റഡ് വിത്ത് മെയിൽ ഡിവറ്റൈൽ ഇൻ ദി ടോപ്പ് സൈഡ് ഓഫ് ദ സാഡിൽ. സോ വെൻ വി ആർ ലുക്കിംഗ് ഫ്രം ദി ടോപ്പ്, ഈ ടോപ്പ് നോക്കുന്ന സമയത്ത് ക്രോസ് സ്ലൈഡ്, ഫ്രണ്ട് ഓഫ് ദ ക്രോസ് സ്ലൈഡ് there is graduations are provided. You can see that these are the graduations. And what is the purpose of the graduation? See, based upon this graduation, the compound rest is rotated during taper turning operation. അപ്പോൾ ഈ ഗ്രാജുവേഷനെ ബേസ് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് റെസ്റ്റ് ടാപ്പർ ടേണിംഗ് ഓപ്പറേഷനിൽ ടിൽറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ ബാക്ക് സൈഡ് ദർ ഇസ് T സ്ലോട്ട്സ് ആർ പ്രൊവൈഡഡ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ അറ്റാച്ചിങ് കൂളൻറ്റ്. അപ്പോൾ കൂളൻ്റ് അറ്റാച്ച്മെൻറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ T സ്ലോട്ട്സ് കോമൺലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ടോപ്പ് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് പോർഷനിൽ ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാജുവേഷൻസ് കൊടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് റെസ്റ്റിനെ ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാപ്പർ ടേണിംഗ് ഓപ്പറേഷനിൽ. അതേപോലെ തന്നെ ക്രോസ് സ്ലൈഡിൻ്റെ ബാക്ക് സൈഡിൽ T സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ T സ്ലോട്ട്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂളൻ്റ് അറ്റാച്ച്മെൻറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് T സ്ലോട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so top surface of cross slide is provided with graduations and back side of cross slide is provided with T slots for fitting coolant attachment and taper turning attachments. Coolant attachment fix ചെയ്യും, അതേപോലെ തന്നെ taper turning attachment ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ T slots യൂസ് ചെയ്യും. So graduations provided in the top of the surface of cross slide that is used to rotate compound rest in desired angle. So cross slide always moves in a direction normal to the axis of the main spindle. So cross slide എല്ലായ്പ്പോഴും മൂവ് ചെയ്യുക നോർമൽ ടു ദി ആക്സിസ് ഓഫ് ദി മെയിൻ സ്പിൻഡിലാണ്, പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് വർക്ക് പീസ് ആണ് ക്രോസ് സ്ലൈഡ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യുക, മൂവ് ചെയ്യിപ്പിക്കുക. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഐദർ ഹാൻഡ് ഓപ്പറേറ്റഡ് ബൈ മീൻ ഓഫ് ക്രോസ് ഫീഡ് സ്ക്രൂ ഓർ പവർ ഫീഡ് ബൈ ആപ്രോൺ മെക്കാനിസം. ഇപ്പോൾ രണ്ട് രീതിയിൽ ക്രോസ് സ്ലൈഡിനെ മൂവ് ചെയ്യിപ്പിക്കാം. ഒന്നെന്ന് പറയുന്നത് ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി മൂവ് ബൈ ക്രോസ് ഫീഡ് സ്ക്രൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പവർ ഫീഡ് മെക്കാനിസം ആണ്. അതായത് ആപ്രോൺ മെക്കാനിസം വെച്ചിട്ടും എന്ത് ചെയ്യാം, ഈ ക്രോസ് സ്ലൈഡിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ക്രോസ് സ്ലൈഡ്. സോ നെക്സ്റ്റ് പാർട്ട് ഈസ് എ കോമ്പൗണ്ട് റെസ്റ്റ്. സോ ദിസ് ഈസ് ദ കോമ്പൗണ്ട് റെസ്റ്റ്. This is a compound rest. So compound rest that consists two parts, swell plate and top slide. Compound restൽ രണ്ട് പാർട്സിലാണ്. ഒന്ന് swell പ്ലേറ്റും രണ്ടാമത്തെ ടോപ്പ് സ്ലൈഡുമാണ്. Swell plate that is directly mounted over the cross slide and by releasing this nut the swell plate that can be rotated in either direction. ഇപ്പോൾ swell plate എന്ന് പറയുന്നത് ക്രോസ് സ്ലൈഡിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ ഈ ഒരു നട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്യുവൽ പ്ലേറ്റിനെ രണ്ട് ഡയറക്ഷനിലേക്കും ടിൽറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ സ്യുവൽ പ്ലേറ്റ് വിച്ച് കൺസിസ്റ്റ് എ മെയിൽ ഡിവറ്റൈൽ. സ്യുവൽ പ്ലേറ്റിന് മുകളിൽ ഒരു മെയിൽ ഡിവറ്റൈൽ ഉണ്ട്. ദെൻ ഈ ടോപ്പ് സ്ലൈഡിൻ്റെ താഴ്വശത്ത് ഒരു ഫീമെയിൽ ഡിവറ്റൈലുണ്ട്. സോ ടോപ്പ് സ്ലൈഡ് ഈസ് മൗണ്ടഡ് ഓവർ ദി സ്യുവൽ പ്ലേറ്റ് ആൻഡ് ദ ടോപ്പ് സ്ലൈഡ് that can be moved horizontally by rotating hand wheel. ഈ ഒരു പ്രിസിഷൻ ഹാൻഡ് വീൽ ഉപയോഗിച്ചിട്ട് ടോപ്പ് സ്ലൈഡിനെ ഈ ഒരു സ്വിൽ പ്ലേറ്റിന് മുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും ചേർന്നാണ് കോമ്പൗണ്ട് റെസ്റ്റ്. അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടാപ്പർ ടേണിംഗ് മെത്തേഡാണ്. കോമ്പൗണ്ട് റെസ്റ്റ് ടിൽറ്റിംഗ്, ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ടാപ്പർ ടേണിംഗ് പ്രോസസ്. ഇപ്പോൾ സ്വിൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി മൗണ്ടഡ് ഓവർ ദ ക്ലോസ് സ്ലൈഡ്. And by releasing this nut, the swivel plate can be rotated in either direction. Top of the swivel plate is provided with a male dovetail and bottom of the top slide have a female dovetail. So top slide that is fitted over the swivel plate by using the dovetail. So the top slide that can move horizontally over the swivel plate by rotating the precision hand wheel. Okay, so that's about the
compound rest. So what's the main application of compound rest is which is used in the taper turning operation. Taper turning operation use ചെയ്യാനുള്ളതാണ് compound restന്റെ main application എന്ന് പറയുന്നത്. Compound rest tilting method, that is one of the method for taper turning operation. Then next part is a tool post. See, tool post, that is the uppermost part of the carriage. ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത് കാരേജിൻ്റെ ഏറ്റവും മുകൾ വശത്തുള്ള പാർട്ടിനെയാണ് ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ടൂൾ ഓർ ടൂൾ ഹോൾഡർ ഇൻ എ പൊസിഷൻ. ഇപ്പോൾ രണ്ട് പർപ്പസാണ് ഈ ടൂൾ പോസ്റ്റിനുള്ളത്. സ്ക്വയർ ഇൻഡെക്സബിൾ ടൂൾ പോസ്റ്റ് ആണ് കോമൺലി ലേത്ത് മെഷീനിൽ യൂസ് ചെയ്യുന്നത്. ദർ ആർ ടു പർപ്പസ് ഫോർ എ ടൂൾ പോസ്റ്റ്, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഐദർ ഹോൾഡിംഗ് ദി ടൂൾ ഓർ ടൂൾ ഹോൾഡർ. ഒന്നിക്കിൽ ടൂൾ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ടൂൾ ഹോൾഡർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂൾ പോസ്റ്റ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. Then finally, the last part is the apron. So this is the apron. The front hanging portion of a carriage is known as apron. See, what's the main purpose of the apron is, it hold housing for power feed for carriage and cross line. അപ്പോൾ ഈ ഒരു ആപ്രോണിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരേജിനും ക്രോസ് ലൈഡിനും ആവശ്യമായിട്ടുള്ള പവർ ഫീഡ് മെക്കാനിസം ഹൗസ് ചെയ്യുക എന്നുള്ളതാണ് ആപ്രോണിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാരീസ് ടു മെക്കാനിസം, ദാറ്റ് ഈസ് ക്ലച്ച് മെക്കാനിസം ആൻഡ് സ്പ്ലിറ്റ് നട്ട് മെക്കാനിസം. ഈ ഒരു ആപ്രോണിൻ്റെ ഉൾവശത്ത് രണ്ട് മെക്കാനിസംസ് ഉണ്ട്. ഒന്ന് ക്ലച്ച് മെക്കാനിസവും അതേപോലെ തന്നെ സ്പ്ലിറ്റ് നട്ട് മെക്കാനിസം. സോ ക്ലച്ച് മെക്കാനിസം ഈസ് യൂസ് ടു ട്രാൻസ്മിറ്റ് മോഷൻ ഫ്രം ഫീഡ് റോഡ്. ക്ലച്ച് മെക്കാനിസം യൂസ് ചെയ്യുന്നത് ഫീഡ് റോഡിൽ നിന്ന് കാരേജിലേക്ക് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്പ്ലിറ്റ് നട്ട് മെക്കാനിസം, that is used with lead screw in thread cutting. അപ്പോൾ രണ്ട് മെക്കാനിസമാണ് കാരേജിൻ്റെ ഉള്ളിൽ ഹൗസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ക്ലച്ച് മെക്കാനിസവും രണ്ടാമത്തത് സ്പ്ലിറ്റ് നട്ട് മെക്കാനിസമാണ്. അപ്പോൾ ക്ലച്ച് മെക്കാനിസം യൂസ് ചെയ്യുന്നത് ഫീഡ് സ്ക്രൂന്ന് മോഷന കാരേജിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ്. സ്പ്ലിറ്റ് നട്ട് മെക്കാനിസം യൂസ് ചെയ്യുന്നത് ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷനിലാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ആപ്രോൺസ്. അപ്പോൾ ഇത്രയാണ് കാരേജിൻ്റെ മെയിൻ പാർട്സ്. സോ കാരേജിൻ ഫസ്റ്റ് വൺ സാഡിൽ, മെയിൻ പാർട്സ് എന്ന് പറയുന്നത് സാഡിൽ, ദെൻ ക്രോസ് സ്ലൈഡ്, ദെൻ കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്, ദെൻ ആപ്രോൺ. അപ്പോൾ ഇത്രയാണ് സാഡിലിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്, കാരേജിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. സോ വി ഹാവ് സാഡിൽ, ദെൻ കോമ്പൗണ്ട് റെസ്റ്റ്, സാഡിൽ, ദെൻ ക്രോസ് സ്ലൈഡ്, ദെൻ കോമ്പൗണ്ട് റെസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റിൽ രണ്ട് പാർട്സുകളുണ്ട്, സ്വിവൽ പ്ലേറ്റ് ആൻഡ് ടോപ്പ് സ്ലൈഡ്, ദെൻ ടൂൾ പോസ്റ്റ്, ദെൻ ആപ്രോൺ. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ ലേത്ത്. ഇതിൽ ഈ ഒരു കാരേജ് യൂഷ്വലി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ കാരേജ് വരച്ചിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫിഗർ ക്ലിയർ ആയിട്ട് ഒരു 1 പേജ് തന്നെ നീറ്റായിട്ട് വരക്കണം. അതിന് പകുതിയോളം മാർക്ക് ഉണ്ടാവും. 7 മാർക്കിൽ ഒരു 3 മാർക്ക് എന്ന് പറയുന്നത് ഫിഗറിനായിരിക്കും. ദെൻ 4 മാർക്കാണ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ ഒരു ഫിഗർ ഇതേ രീതിയിൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വരക്കണം. ഇതൊരു എസ് ആയി ചോദിക്കാൻ മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാനുള്ള ചോദ്യമാണ്. ഓക്കെ, so that's about the parts of lathe. അപ്പോൾ lathe main parts എന്ന് പറയുന്നത് we have what are the main parts of lathe? Headstock, lathe bed, headstock spindle, then tool post, carriage. Okay, then carriage have saddle, cross slide, compound rest, tool post, apron. Okay, the next one, lathe specification. What is the specification of a lathe? See, lathe is specified by different parameters. Different parameters വെച്ചിട്ടാണ് lathe സ്പെസിഫൈ ചെയ്യുന്നത്. So first parameter, length of bed including headstock and tailstock. That means length of the bed, bedന്റെ length. Then height of center measured from length bed. അതായത്, so this is the figure which is used to explain the specification of lathe. So height of center measured from lathe bed. അപ്പോൾ ഈ ഒരു സെൻറ്ററിൻ്റെ ഹൈറ്റ്, ലെയ്ത്ത് ബെഡിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഹൈറ്റ്, അതാണ് സെക്കൻഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ തേർഡ് വൺ, വി ഹാവ് സ്വിംഗ് ഓവർ ബെഡ്. യു ക്യാൻ സി സ്വിംഗ് ഓവർ ബെഡ്. ദിസ് ഇസ് തേർഡ് പാരാമീറ്റർ. സ്വിംഗ് ഓവർ ബെഡ് മീൻസ് ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് വർക്ക് വിച്ച് വിൽ റിവോൾവ് വിത്തൗട്ട് ടച്ചിങ് ബെഡ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് വർക്ക് പീസ് വിച്ച് ക്യാൻ ബി റിവോൾവ് വിത്തൗട്ട് ടച്ചിങ് ലെയ്ത്ത് ബെഡ്.
ലെയ്ത്ത് ബെഡ് ടച്ച് ചെയ്യാതെ റിവോൾവ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് വർക്ക് പീസിനെയാണ് സ്വിംഗ് ഡയമീറ്റർ ഓവർ ബെഡ് ഓർ സ്വിംഗ് ഓവർ ബെഡ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ സ്വിംഗ് ഓവർ കാരേജ്. സ്വിംഗ് ഓവർ കാരേജ് മീൻസ് ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് വർക്ക് പീസ് വിച്ച് വിൽ റിവോൾവ് ഓവർ ദി ലെയ്ത്ത് സാഡിൽ. ലെയ്ത്ത് സാഡിൻ്റെ മുകളിൽ റിവോൾവ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് വർക്ക് പീസിനെയാണ് സ്വിംഗ് ഓവർ കാരേജ് എന്ന് പറയുന്നത്. സോ സ്വിംഗ് ഓവർ ബെഡ് ആൻഡ് സ്വിംഗ് ഓവർ കാരേജ്. Then next one, length between centers. So that is the maximum length of workpiece that can be mounted between centers. സെൻറ്റേഴ്സിന് ഇടയിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് ഓഫ് വർക്ക് പീസിനെയാണ് ലെങ്ത് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ലെങ്ത് ബിറ്റ്വീൻ സെൻറ്റേഴ്സിൻ്റെ അതർ നെയിമാണ് അഡ്മിറ്റ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്. യു ഷുഡ് നോട്ട് ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ടേം റിലേറ്റഡ് ടു സ്പെസിഫിക്കേഷൻ ഓഫ് lathe machine tool. This length between center also known as admit between centers. Admit between centers. So you should remember this term admit between center. So ഇത്രയാണ് ലെയ്ത്തിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ലെങ്ത് ഓഫ് ബെഡ്, സെക്കൻഡ് വൺ ഹൈറ്റ് ഓഫ് സെൻറ്റേഴ്സ് മെഷേർഡ് ഫ്രം ലെങ്ത് ബെഡ്, തേർഡ് വൺ സ്വിംഗ് ഡയമീറ്റർ ഓവർ ബെഡ്, ഫോർത്ത് വൺ സ്വിംഗ് ഡയമീറ്റർ ഓവർ കാരേജ് ആൻഡ് ലെങ്ത് ബിറ്റ്വീൻ സെൻറ്റർ ഓർ അഡ്മിറ്റ് ബിറ്റ്വീൻ സെൻറ്റർ. സോ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ലെയ്ത്തിൻ്റെ സ്പെസിഫിക്കേഷൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ഡ്രോ ദിസ് ഫിഗർ. ഒരു 6 മാർക്കോ 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ഡ്രോ ദിസ് ഫിഗർ. ഓക്കെ, 3 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ there is no need to draw this figure. You have to write what is the length of bed is. Suppose ask for a 3 mark question, what are the specification of lathe, you have to write length of bed, height of centers measured from lathe bed, swing diameter over bed, swing diameter over carriage, length between centers bracket admit between centers. So other specification, suppose this question will be asking for an essay 7 mark question, you have to specify, write the other specification also. So other specification are bore diameter of spindle, first one, width of bed, bed in the width, type of bed, ഏത് type of bed ആണ് യൂസ് ചെയ്യുന്നത്, pitch value of lead screw, horse power of motor, number and range of spindle speed, number of feet, spindle nose diameter, floor space requirement. So these are the other specification of lathe machine tool. അപ്പോൾ ഒരു 7 മാർക്ക് ക്വസ്റ്റൻ ആണ്, എസ് എ ക്വസ്റ്റൻ ആയി ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദ മെയിൻ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡ്രോ ദി ഫിഗർ ആൻഡ് ഓൾസോ റൈറ്റ് അതർ സ്പെസിഫിക്കേഷൻ, ദെൻ യു ഗെറ്റ് ദ കംപ്ലീറ്റ് മാർക്ക്. ഇത്ര എഴുതിയാൽ മാത്രമേ കംപ്ലീറ്റ് മാർക്ക് കിട്ടത്തുള്ളൂ. സോ ഫിഗറിന് ഒരു 7 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഫിഗറിന് ഒരു 3 മാർക്ക് മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് എ ലേത്ത് മെഷീൻ ടൂൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് lathe machine toolന്റെ specification എന്ന് പറയുന്നത്. So in this video, I am concluding this video. In this video I have discussed about main parts of lathe, then carriage we have discussed, mainly about carriage we have discussed in this video, then the specification of lathe machine tool. Okay, next video we can discuss about what are the main operations that can be performed in a lathe machine tool. Okay, thank you.